അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് അസൂയാലുള്ള അസൂയത്തിട്ട് മാരണക്കാരുടെ കൊടുത്തറക്കാടെല്ലാം ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, സിഹർ ചെയ്തതുപോലെ ഒരു ശരീരത്തിനൊരു തളർച്ചയും ഒരു വിഷമവും ഒരു പ്രയാസമൊക്കെ ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഒരു അമല് പറഞ്ഞു തരാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ ആരുടെയും സഹായമില്ലാതെ നമുക്ക് സിഹിർ ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതി മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ രീതി നിങ്ങൾ തുടർന്നാൽ ഇൻഷാ അല്ലാഹ് സിഹിർ ബാത്തിലാകുന്നതാണ്. ഒരുപാട് പേര് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ഇന്നതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടാകുന്ന സിഹിറാണോ എന്നറിയില്ല. ഇതൊരു മുജറബായ അമലാണ്, നമുക്ക് തന്നെ സ്വയം കണ്ടുപിടിക്കാം. ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് അപ്പോൾ തന്നെ ഫലം കിട്ടിയിട്ടുണ്ട്. ആരുടെയും അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ പറയുന്നത് പോലെ ചെയ്തിട്ട് നിങ്ങൾ കുടിച്ചാൽ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ അമല് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നമ്മൾ ഓതുക. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നമ്മൾ ഓതുക. സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. അപ്പോൾ ആദ്യമായി ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യം ഓതി കഴിയുമ്പോഴും ആ വെള്ളത്തിൽ ഇശ്വി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക. ഒന്നുകൂടി പറയാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതുക. ഓരോ പ്രാവശ്യം ഓതി കഴിയുമ്പോഴും ആ വെള്ളത്തിൽ ഇശ്വി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം നമ്മൾ മന്ത്രിക്കുക. അതിനുശേഷം ഈ പറയുന്ന ആയത്ത് 17 പ്രാവശ്യം ഓതി ആ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഓരോ പ്രാവശ്യം ഈ ആയത്ത് ഓതുമ്പോഴേക്കും ഇശ്വി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആ വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിക്കുക. അപ്പൊ 17 പ്രാവശ്യം ഓതേണ്ടിയുള്ള ആയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ. അപ്പൊ ഈ ആയത്ത് 17 പ്രാവശ്യം നമ്മൾ ഓതുക. ഓതുമ്പോഴേക്കും ഇശ്വി എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ആ വെള്ളത്തിലേക്ക് നമ്മൾ ഓതി മന്ത്രിക്കുക. അതാരും മറന്നു പോകണ്ട. ആദ്യം ഫാത്തിഹ ഓതി മന്ത്രിക്കണം. അത് പറഞ്ഞായിരുന്നു, അതിന്റെ കണക്ക് പറഞ്ഞായിരുന്നു. രണ്ടാമത് ഈ പറഞ്ഞ ആയത്ത്. ഇനി മൂന്നാമതായി ഒരു ആയത്ത് ഒരു പ്രാവശ്യം നമ്മൾ വെള്ളത്തിലേക്ക് ഓതി നമ്മൾ മന്ത്രിക്കുക. ആ ആയത്ത് ഒന്ന് പരിചയപ്പെടുത്താം. ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദിൽ ഫർദിസ് സമദിൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ ആയത്ത് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഓതി വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിക്കുക. നാലാമതായി ഈ ആയത്ത് 3 പ്രാവശ്യം വെള്ളത്തിലേക്ക് ഓതി നമ്മൾ മന്ത്രിക്കുക. നാലാമതായി ഈ ആയത്ത് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഓതേണ്ടിയുള്ളത്? 3 പ്രാവശ്യം ഓതണം. അപ്പൊ ആ 3 പ്രാവശ്യം ഞാൻ ഓതിത്തരാം. സഅൽതുക ഹാദ സജദ് സഅൽതുക ഹാദ സജദ് സഅൽതുക ഹാദ സജദ്. ഇനി അഞ്ചാമത് ഈ ഒരു ആയത്ത് ഒരു പ്രാവശ്യം വെള്ളത്തിലേക്ക് നമ്മൾ ഓതി നമ്മൾ മന്ത്രിക്കുക. ആ ആയത്തോടെ നമുക്ക് നോക്കാം. അൻതുദ്ഹിറ മാ ഫീക മിൻ സിഹ്രിൻ വഅൻ തുഖ്രിജഹു മിനൽ മഖ്റജിൽ മുഅത്താദി ഫീ ഹാലി സിഹ്ഹത്തി വൽ ഇഅ്തിയാദ്. ഈ മഹത്തായ ആയത്ത്. അപ്പോൾ ഈ ആയത്ത് ഒരു പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം ഓതി ഈ ആയത്ത് ഓതി നമ്മൾ ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയാണ്. ആ ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിക്കാനുള്ള രീതി നമുക്കറിയാം. അപ്പൊ അത് നമ്മൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓതാൻ അറിയില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് നിങ്ങൾ ഓതിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ഓതാൻ അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ഓതി കുടിക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് അല്പം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വയറ്റിൽ നിന്ന് പോകും, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു പോകും, അതുമല്ലെങ്കിൽ ഛർദിച്ചു പോകും. ഛർദിക്കുന്നത് വിരളമായിരിക്കും. വയറ്റിൽ നിന്ന് പോകലാണ് സാധാരണ കൂടുതൽ പേർക്കും ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് സിഹിർ ഏറ്റിട്ടുണ്ട്. വല്ല മൂർത്തികളും നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ മുകളിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിഹിർ ഏറ്റിട്ടുണ്ട്, വല്ല മൂർത്തികളുമൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഇത്രയും ആയത്തുകളും ഫാത്തിഹയൊക്കെ ഓതി നമ്മൾ മന്ത്രിച്ച് ഇശ്വി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനോ ഒന്നും തോന്നിയില്ല, ഒരു അസ്വസ്ഥതയും നമുക്കുണ്ടായില്ല. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കൊരു കുഴപ്പമില്ല. എന്നാൽ നമ്മൾ ഉറപ്പിച്ചോളൂ, നമുക്ക് എന്താണ് ഒരു സിഹിർ നമ്മളെ ബാധിച്ചിട്ടില്ല, ഒരു കൂടോത്രം നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞത് എന്താണ് വെച്ചാൽ, ഒരുപാട് പേര് നമ്മൾ പറയാറുണ്ട് സിഹിർ ബാധിച്ചതായിട്ടുള്ള ലക്ഷണങ്ങൾ, ഒരു തളർച്ച, എന്തിനിറങ്ങിയാലും ഒരു വിജയമില്ല, എല്ലാത്തിനും പരാജയങ്ങൾ, പല പല പ്രശ്നങ്ങൾ, പല പല മുസീബത്തുകൾ നമ്മൾ അലട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവരോടാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ ആയത്തുകളൊക്കെ നിങ്ങൾ ഓതി ആ പറയുന്നത് പോലെ ഈശ്വരനെ മന്ത്രിച്ച് നിങ്ങൾ കുടിച്ചു നോക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ സിഹിർ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും, സിഹിർ ഏറ്റിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് സിഹിർ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ സിഹിറിനെ ബാത്തിലാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ആ ബാത്തിലാക്കാനുള്ള ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതിനായി ആദ്യം നല്ലതുപോലെ നമ്മൾ കുളിക്കുക. കുളിച്ചതിന് ശേഷം ഒരു ബക്കറ്റ് നല്ല വൃത്തിയായ വെള്ളം എടുക്കുക. ശേഷം അതിൽ സൂറത്ത് യാസീൻ ഒരു വട്ടം നല്ലതുപോലെ ഓതുക. എന്നിട്ട് ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് ഓതുക. ശേഷം സൂറത്ത് സാഫാത്ത് എന്ന സൂറത്ത് ഒരു വട്ടം ഓതി ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് നമ്മൾ മന്ത്രിക്കുക, ഓതുക. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക്, അതായത് തലഭാഗം മുതൽ കാല് വരെ നനയത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുക. ഇങ്ങനെ ചെയ്താൽ എത്ര വലിയ സിഹിർ ഉറപ്പായി മാറും ഇൻഷാ അല്ലാഹ്. മഹാരഥന്മാർ പലരും ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ക്ലാസ്സാണ് പറഞ്ഞു തന്നത്. ഇത് വ്യക്തമായി നിങ്ങൾ എഴുതിയെടുക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നമ്മുടെ രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. പടച്ചവനെ, സാഗരീകളുടെ സദരിൽ നിന്നും, മരണക്കാട് വണ്ണത്തിൽ നിന്നും, കൊടുത്തരക്കാട് നിന്നും, അക്രമികളുടെ അക്രമത്തിൽ നിന്നും, ചതിയന്മാരുടെ ചതികളിൽ നിന്നും, വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, ഞങ്ങളുടെ ചികിത്സയിലുള്ളവർ, അല്ലാഹുവേ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. നീ ശാഫിയാണ്, നീയാണ് രോഗങ്ങൾ ശിഫയാക്കുന്നവൻ. നീ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ഈ പറഞ്ഞതും കേട്ടതെല്ലാം ഈ ലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട് റബ്ബേ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ. ഞങ്ങള് രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളായ സുഹൃത്തുക്കളെ ഞങ്ങളെ കൊണ്ടുവന്നവർക്കെല്ലാം സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാഹ്. പടച്ചവനെ, മാരകമായ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഖൈറിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. കള്ളക്കേസുകളിലെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.